പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദ റെഡ് ഫ്ലവർ ഇംഗ്ലീഷ് ക്ലബ്ബിലേക്ക് സ്വാഗതം. എല്ലാ ദിവസവും ചെറിയ ചെറിയ വീഡിയോസ് ഉപയോഗിച്ച് നമ്മൾ ഇംഗ്ലീഷിൻ്റെ ബാലപാഠങ്ങൾ A to Z പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഇതിനെ ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇംഗ്ലീഷിലെ ഈ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ യൂട്യൂബ് ചാനൽ വഴി വിശദീകരിക്കുക, ദ റെഡ് ഫ്ലവർ ഇംഗ്ലീഷ് ക്ലബിൻ്റെ ചാനൽ വഴി. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രായോഗികമായിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ ക്ലബ്ബിൽ നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട്. ഇപ്പോൾ വാട്സപ്പ് കൂട്ടായ്മയിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചേരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഇമെയിലിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി, നിങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മളതിലേക്ക് ആഡ് ചെയ്യും. അതിൽ നമ്മൾ ഓരോ ദിവസവും ഓരോ ടാസ്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിൽ നമ്മളിതിൻ്റെ ഒരു തിയറിറ്റിക്കൽ ആയിട്ടുള്ള അതായത് ബേസിക് ഇംഗ്ലീഷ് ഗ്രാമറാണ് വിശദീകരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് 8 പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന ഒരു വിഷയമാണ്. നിങ്ങൾ കഴിഞ്ഞ 2 വീഡിയോസ് ശ്രദ്ധിച്ചോന്നറിയില്ല. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് കുറേ ഹിൻസ് വെച്ചിട്ട് നിങ്ങൾക്കിത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ എന്ന ചോദ്യമാണ് ചോദിച്ചത്. രണ്ടാമത്തതിൽ നമ്മൾ കൃത്യമായിട്ട് വിശദീകരിച്ചു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ ഡെഫിനിഷൻ നോക്കുകയാണ്. എന്താണ് ശരിക്കും പാർട്സ് ഓഫ് സ്പീച്ച് എന്ന കാര്യമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഞാനിതൊന്ന് വായിക്കാം. There are 8 parts of speech: noun, pronoun, verb, adjective, adverb, preposition, conjunction, interjection. അപ്പം ഇത് ശരിക്കും നമ്മൾ വേർഡിനെ കുറിച്ചല്ല, വി ആർ നോട്ട് ഡിസ്കസിങ് അബൌട്ട് വേർഡ്സ്. പക്ഷേ നമ്മൾ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹൗ ദീസ് വേർഡ്സ് ആർ യൂസ്ഡ് ഇൻ എ സെൻറ്റൻസ്. അപ്പോൾ സിൻടാക്സ്, ലെക്സിക്കൺ എന്നൊക്കെ പറയുന്ന കുറേ വേർഡ്സ് നമുക്ക് അതൊന്നും ഞാൻ കൊണ്ടുവരുന്നില്ല. നമ്മൾ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോക്കാം. അപ്പോൾ നമ്മൾ ഈ വേർഡുകൾ എങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമ്മൾ വേർഡുകളെക്കുറിച്ചല്ല പറയുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ഏതൊരു സെൻറ്റൻസ് എടുത്താലും നമ്മളതിങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് ഈ 8ലേക്ക് ചുരുങ്ങും ഓരോ സെൻറ്റൻസും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കുറച്ച് വെബ്സൈറ്റ് എടുത്തിട്ട് ഈ വെബ്സൈറ്റിൽ എന്താണ് പാർട്സ് ഓഫ് സ്പീച്ചിനെ എങ്ങനെയാണ് ഹൗ ദേ ഡിഫൈൻ പാർട്സ് ഓഫ് സ്പീച്ച് എന്നുള്ള പോയിൻ്റാണ്. സാധാരണക്കാരായ ആളുകൾക്ക് ഇംഗ്ലീഷ് ഇങ്ങനെ വെബ്സൈറ്റ് വെച്ച് പഠിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം കൂടിയാണ് നമ്മൾ ഇതുവഴി പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവർക്കും നിങ്ങൾക്ക് ഈ ഞാൻ പറയുന്ന സമയത്ത് ഈ സൗണ്ട് ക്ലിയർ അല്ലെങ്കിൽ, അതുപോലെ തന്നെ പറയുന്ന ആശയങ്ങൾ വ്യക്തമല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് അതുവഴി ഇൻട്രാക്ട് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമ്മൾ തിരുത്തിയിട്ട് മുന്നോട്ട് പോകും. നമുക്ക് ആർക്കും ധൃതിയില്ല. അതുപോലെ തന്നെ ഇംഗ്ലീഷിലെ ഓരോ കാര്യവും മനസ്സിലാവണമെന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വെബ്സൈറ്റ് ഗൂഗിൾ എടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്യാം. ഹൗ ദേ ഡിഫൈൻ, ഹൗ ഈച്ച് വെബ്സൈറ്റ് ഡിഫൈൻസ് ദ 8 പാർട്സ് ഓഫ് സ്പീച്ച്. ഇതാണ് ഇന്ന് നമ്മുടെ വിഷയം. അതിനുശേഷം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടേതായ ഒരു സെൻറ്റൻസ് എടുത്തിട്ട് നമ്മളിതിൽ ഇത് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നിങ്ങൾ കാണുന്ന പോലെ ഇതാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ദ റെഡ് ഫ്ലവർ ഇംഗ്ലീഷ് ക്ലബ്ബ്. നമുക്ക് ഗൂഗിൾ എടുക്കാം. ഗൂഗിൾ എടുത്തിട്ട് പാർട്സ് ഓഫ് സ്പീച്ച് ഒന്ന് ചെക്ക് ചെയ്യാം, അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഓക്കെ, ഗൂഗിൾ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ദ 8 പാർട്സ് ഓഫ് സ്പീച്ച്, ഓർ അറ്റ്ലീസ്റ്റ് വി ക്യാൻ ജസ്റ്റ് റൈറ്റ് ലൈക്ക് പാർട്സ് ഓഫ് സ്പീച്ച് ഇൻ ഇംഗ്ലീഷ്. എന്നിട്ട് ഇതിൻ്റെ ഡെഫിനിഷൻ വായിക്കാം. അപ്പോൾ ഇത് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. നമ്മളതിൻ്റെ പാർട്സ് ഓഫ് സ്പീച്ച് ഒരുപാട് വെബ്സൈറ്റുകളുണ്ടാവും, കണ്ടമാനം വെബ്സൈറ്റുകളുണ്ടാവും. അപ്പോൾ ആ വെബ്സൈറ്റുകളിലൊക്കെ എന്താണ് ഡെഫിനിഷൻ പറയുന്നത്. ഓക്കെ, പാർട്സ് ഓഫ് സ്പീച്ച് ഇൻ ഇംഗ്ലീഷ് നമ്മൾ താഴേക്ക് ഫസ്റ്റത്തെ വിടാം. ഓക്കെ, ഗ്രാമർ ഇംഗ്ലീഷ് ക്ലബ്ബ് ഒന്ന് നോക്കാം. ഇംഗ്ലീഷ് ക്ലബ്ബിൽ എന്താ പറയുന്നത് നോക്കാം. ഓക്കെ, what is parts of speech? We can categorize English words into 9 basic types called parts of speech or word classes. It is quite important to recognize parts of speech. Okay, fine, it's not that much convincing anyway. We are moving to the next parts of speech. ഒന്നും കൂടി അടിച്ചു നോക്കാം. അപ്പോൾ ഡെഫിനേഷനിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ നമുക്ക് നമ്മുടേതായ രൂപത്തിൽ എന്തും ഡിഫൈൻ ചെയ്യാം. എന്നാലും നമ്മൾ വെബ്സൈറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ അതിൻ്റെ ഒരു എക്സിസ്റ്റിംഗ് നോളജ് എന്താണെന്നാണ് നോക്കുന്നത്. പാർട്സ് ഓഫ് സ്പീച്ച് നമുക്കിനി ഒരു ഡിക്ഷണറി ഡെഫിനിഷൻ നോക്കാം. A category to which a word is assigned in accordance with its syntactic function. It's even more convincing. ഇതിൽ പറയുന്നത് ഒരു സെൻറ്റൻസിലെ സിൻടാക്റ്റിക് എന്ന് പറഞ്ഞാൽ സംതിങ് റിലേറ്റഡ് ടു ഗ്രാമർ, ഈ ഒരു സിൻടാക്റ്റിക് ഫംഗ്ഷനിൽ
എങ്ങനെയാണ് വേർഡ് അറേഞ്ച് ചെയ്യുന്നത് എന്നൊരു കാര്യമാണ് ഇതിൽ പറഞ്ഞത്. ഓക്കെ, കൺഫ്യൂസിങ് ആണ്, എന്നാൽ പോലും ഇറ്റ് ഈസ് മോർ കൺവിൻസിങ്. അപ്പോൾ നമുക്ക് അടുത്തത് ഗ്രാമർ റവല്യൂഷന് പോയി നോക്കിയാലോ. വേറെ ഒരു ഗ്രാമർ വിപ്ലവം കാണുന്നുണ്ട്, എത്രമാത്രം വിപ്ലവകരമാണ് എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യാം. The 8 parts of speech are awesome. Okay, fine. And then what? Wow, did you hear it? What? Every single word we use belong to one of 8 word group or parts of speech. Fine. അപ്പോൾ ഇതിൽ പറയുന്നത് ഏതൊരു വേർഡായാലും അതൊക്കെ ഈ ഒരു 8 ഭാഗങ്ങളിലായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാമെന്നൊരു ഒറ്റ പോയിൻ്റാണ്. പക്ഷേ ഇറ്റ്സ് നോട്ട് യൂസ്ഫുൾ ഫോർ അസ്. ഓക്കെ, ഗ്രാമർ CL, maybe class will see it. Maybe this is wood word actually. The parts of speech explains how a word is used in a sentence. It's even more convincing. Parts of speech എന്ന് പറയുന്നത് ഒരു വേർഡ് ഒരു സെൻറ്റൻസിൽ എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്ന കാര്യമാണ് വിശദീകരിക്കുന്നതെന്നാണ് പറയുന്നത്. മാത്രമല്ല വളരെ കൺവിൻസിങ് ആയിട്ട് അവർ താഴെ വിശദമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ ഈ വെബ്സൈറ്റ് ഈസ് മോർ യൂസ്ഫുൾ. പാർട്സ് ഓഫ് സ്പീച്ച് ഇംഗ്ലീഷ് ഗ്രാമർ. Okay, we'll move to the next page. You will see. Okay, here. Okay, continuing studies. ELC study zone. Study zone lon poi nokam. Okay, it's even more. It is better. Parts of speech are the basic types of words that English has. Most grammar books say that there are 8 parts of speech. You know, we have already discussed this whole point. ബേസിക് ടൈപ്പ് ഓഫ് വേർഡ്സ്. ഇതൊന്നും ഒരു വേണ്ടത്ര ഒരു കൺവിൻസിങ് ആയിട്ടുള്ള ഡെഫിനിഷൻ അല്ല. എന്നാൽ പോലും ഗ്രാമർ എക്സ്പ്ലനേഷൻസ് ആൻഡ് യൂസ് ഓഫ് ദ 8 റൈറ്റ് വേർഡ്സ്. സോ വി നീഡ് ടു നോ ആക്ച്വലി വാട്ട് ആർ ദ functions of words in a sentence. This is what studies on defines how the parts of speech. What is the parts of speech actually? ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് വേണ്ടത്ര കിട്ടിയിട്ടില്ല. എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കുന്നത് വേർഡുകളുടെ ഉപയോഗം, വേർഡുകളെക്കുറിച്ചല്ല. വി ആർ നോട്ട് ഡിസ്കസിങ് അബൌട്ട് വേർഡ്സ്, വി ആർ ഡിസ്കസിങ് ഹൗ വേർഡ്സ് ആർ യൂസ്ഡ് ഇൻ എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിൽ എങ്ങനെയാണ് വേർഡ് ഉപയോഗിക്കുന്നത് എന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നൗൺ, പ്രോനൗൺ, വേർബ്, അഡ്ജക്റ്റീവ്, ആഡ്വേർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇൻ്റർജങ്ഷൻ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടേതായ ഒരു സെൻറ്റൻസ് എടുത്തിട്ട് ഈ സെൻറ്റൻസിൽ ഈ ഒരു പാർട്സ് ഓഫ് സ്പീച്ച് എങ്ങനെയാണ് വന്നത്, അല്ലെങ്കിൽ ഈ സെൻറ്റൻസിൽ നിന്ന് ഓരോ പാർട്സ് ഓഫ് സ്പീച്ച് നമ്മൾ പിക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതൊരു ആപ്ലിക്കേഷൻ ലെവൽ കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് കൂടുതൽ മനസ്സിലാവും. കൂടുതൽ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല, പക്ഷേ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരു സംഗതിയാണ്. അപ്പോൾ നമ്മളൊരു വേർഡ്, ഒരു പാരഗ്രാഫ്, യു ഹാവ് എ പാരഗ്രാഫ് ഹിയർ അബൌട്ട് ബാബു വെങ്കിടി. Okay, I'll read it. My name is Babu Vengidi and I am a football player. I was born in Tamil Nadu in India. I play for a club in Kerala. The name of the club is Turkish Club. I live in a large flat in Coimbatore with my wife, my son, my mother, my brother and my brother's family. I speak Tamil, Malayalam and English. I also understand some Hindi, but I don't speak it well. I like cricket, music and I am going to the cinema. Of course, I also like football. സോ ഇതാണ് ഈ ഒരു സെൻറ്റൻസ്, ഈ ഒരു പാരഗ്രാഫ്. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഓരോ പാർട്സ് ഓഫ് സ്പീച്ചും പിക്ക് ചെയ്യാൻ പോകാം കേട്ടോ. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാവേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം മൈ നെയിം ഈസ് ബാബു വെങ്കിടി എന്നുള്ള ചെക്ക് ചെയ്യാം. അപ്പോൾ മൈ എന്ന് പറയുന്നത് പ്രോനോൺ, നെയിം എന്ന് പറയുന്നത് നൗണാണ്, ഈസ് എന്ന് പറയുന്നത് വേർബാണ്, ബാബു വെങ്കിടി എന്ന് പറയുന്നത് വീണ്ടും നൗണാണ്, ആൻഡ് എന്ന് പറയുന്നത് കൺജങ്ഷൻ. ഓരോ കാര്യവും ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, വേർഡുകൾ എങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നത് എന്നാണ് ബേസിക്കലി വി ആർ ടോക്കിംഗ് അബൌട്ട്. ഐ എന്ന് പറയുന്നത് പ്രോനൗൺ, ആം എന്ന് പറയുന്നത് വേർബ്, എ എന്ന് പറയുന്നത് ഡിറ്റർമൈനറാണ്, ഫുട്ബോൾ എന്ന് പറയുന്നത് നൗൺ, പ്ലെയർ എന്ന് പറയുന്നത് നോൺ, ഐ എന്ന് പറയുന്നത് വീണ്ടും പ്രിപ്പോസിഷൻ, ഐ എന്ന് പറയുന്നത് പ്രോനൗൺ, വാസ് ബോൺ എന്ന് പറയുന്നത് വേർബ്, വാസ് എന്ന് പറയുന്നത് വേർബാണ്, ബോൺ എന്ന് പറയുന്നത് പാസീവ് വോയിസ് ആണ്, ഇൻ എന്ന് പറയുന്നത് പ്രിപ്പോസിഷൻ. കണ്ടോ, ഇൻ എന്ന് പറയുന്നത് പ്രിപ്പോസിഷൻ, തമിഴ്നാട് എന്ന് പറയുന്നത് നൗൺ, ഇൻ വീണ്ടും പ്രിപ്പോസിഷൻ, ഇന്ത്യ എന്ന് പറയുന്നത് നൗൺ, ഐ പ്രോനൗൺ, പ്ലേ വേർബ്, ഫോർ പ്രിപ്പോസിഷൻ, എ ഡിറ്റർമൈനർ, ക്ലബ് നൗൺ, ഇൻ എന്ന് പറയുന്നത് പ്രിപ്പോസിഷൻ,
കേരള എന്ന് പറയുന്നത് noun, the name അല്ലെങ്കിൽ the എന്ന് പറയുന്നത് determiner അല്ലെങ്കിൽ article, name എന്ന് പറയുന്നത് വീണ്ടും noun, of എന്ന് പറയുന്നത് preposition, the club noun, is എന്ന് പറയുന്നത് verb, Tuskers club is also a noun, I pronoun, leaf verb, in preposition, a large കണ്ടോ, large എന്ന് പറയുന്ന adjective ആണ്, ഫ്ലാറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാണ്, ഫ്ലാറ്റ് എന്ന് പറയുന്ന noun, പിന്നെ ഇൻ കോയമ്പത്തൂർ കണ്ടോ. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ ഏത് സെൻറ്റൻസ് എടുത്താലും ഈ സെൻറ്റൻസിനൊക്കെ ഈ ഒരു 8 കാറ്റഗറിയിലേക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, എന്തെങ്കിലുമൊക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് എഴുതുക. അപ്പോൾ ഈ കാര്യമാണ് നമ്മൾ വിശദീകരിക്കുന്നത്. നിങ്ങൾക്ക് താഴെ ഞാൻ മുന്നോട്ട് പോകുന്നില്ല, ചിലപ്പോൾ ഒരു ബോറടി ആയിരിക്കും. അപ്പോൾ താഴെ നിങ്ങൾ പോയിട്ട് ഇത് ഓരോന്നും നിങ്ങൾ ഏത് സെൻറ്റൻസ് എവിടെ കണ്ടാലും ഈ സെൻറ്റൻസിനെയൊക്കെ ഈ ഒരു 8 പാർട്സിലേക്ക് പാർട്സ് ഓഫ് സ്പീച്ച് ഇതിലേക്ക് തിരിക്കാനുള്ള ശ്രമം നടത്തി നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെൻറ്റൻസ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളത് കഴിഞ്ഞു, നമ്മൾ ഡെഫിനിഷൻ നോക്കി, വി ആർ നോട്ട് വെരി മച്ച് കൺവിൻസ്ഡ് എനിവേ. അതിനുശേഷം ഒരു സെൻറ്റൻസ് ഒരു പാരഗ്രാഫ് എടുത്തിട്ട് അതിൽ കാറ്റഗറൈസ് ചെയ്ത് നോക്കി. ഇനി നമ്മൾ വീണ്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത വിഷയങ്ങൾ ഒന്ന് പോയി നോക്കുകയാണ്. ഇവിടെ നൗൺസ്, നാമങ്ങൾ, താഴെ ഉദാഹരണങ്ങളുണ്ട്, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ പ്രോനൗൺ, വി, ഹി, ദർ ആർ മെനി. ഓരോ ദിവസവും നമ്മൾ വരും ദിവസങ്ങളിൽ ഇതൊക്കെ വിശദീകരിക്കും. പിന്നെ വേർബ്, ലേൺ, വാച്ച്, സിങ്, സ്റ്റഡി, വേർബ് അതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇതൊക്കെ ജസ്റ്റ് ഒരു ഐഡിയ തന്നിട്ടേ ഉള്ളൂ. പിന്നെ അഡ്ജക്റ്റീവ് നിങ്ങൾ കാണുന്ന പോലെ തന്നെ. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒക്കെ ഒരു ചെറിയ ഐഡിയാസ് മാത്രം തന്നിട്ടുള്ളൂ. ഇനി അടുത്ത ദിവസങ്ങളിൽ വരും ദിവസങ്ങളിൽ വിശദമായിട്ട് സംസാരിക്കും. ആഡ് വേർബ്, noun, pronoun, verb, adjective, adverb, there are 5 now. അപ്പോൾ preposition, ഇതും വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്, preposition. ഓക്കെ, ഇനി നിങ്ങൾക്ക് സൗണ്ട് ക്ലിയർ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ ഒക്കെ വിഷയം ഉണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പറയാം. കൺജങ്ഷൻ, but, yet, or, because, nor, since. There are many conjunctions, even more. Then the last, interjunction. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ വിശദമായിട്ട് സംസാരിക്കും. അപ്പോൾ ഇന്ന് 8 പാർട്സ് ഓഫ് സ്പീച്ച് പറഞ്ഞു, അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു, അതുപോലെ തന്നെ അത് എങ്ങനെയാണ് ഒരു പാരഗ്രാഫിൽ വരുന്നത്, ഒരു സെൻറ്റൻസിൽ വരുന്നത് എന്ന കാര്യമാണ് വിശദീകരിച്ചത്. ഏതായാലും ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് താങ്ക്സ് a lot. See you again tomorrow with another video. Thanks a lot. See you.